ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തു. നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി. സോ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആദ്യം നമ്മൾ ലേക്കിന്റെ അടുത്ത് വന്നു. സിനിമയിലേക്കുള്ള ലേക്ക് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും. ലേക്കിന്റെ അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പോകുന്നുണ്ട്. ലെഫ്റ്റ് പാർക്ക് എന്നിട്ട് പോയി ബോട്ടിങ്ങിന് ഫീസ് എടുക്കണം. സോ ബോട്ടിങ്ങിന് 200 പറഞ്ഞു. നമ്മൾ ഹെൽപ്പറിനെ വെക്കുകയാണെങ്കിൽ 50 രൂപ കൊടുക്കണം. 20 മിനിറ്റ്സ് ഈ ലേക്കിന്റെ ചുറ്റും നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. സോ നമുക്ക് പോവാം. ഞങ്ങൾ ലേക്കിന്റെ അടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇത് കിഡ്സ് സ്ഥലമല്ലേ, നല്ല തേയിലത്തോട്ടമുണ്ട്, തൊട്ടപ്പുറത്ത് ലേക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സിനിമയ്ക്കകത്തേക്കുള്ള ലേക്ക് എന്ന് പറഞ്ഞില്ലേ. കുറേ പടങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജും ഈ ഒരു വീടും. മോനെ വീടല്ലേ പട്ടണോട് പോയി വീഴാൻ പോയി നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബോട്ടിംഗ് ഉണ്ട്. ഈ കാണുന്ന പോലെ 20 മിനിറ്റ് നേരം പെഡൽ ബോട്ട് നമുക്ക് ചെയ്യാനായിട്ട് 200 രൂപ ഫീ ഉള്ളത്. ഇനി നമുക്ക് തുഴയാൻ പാടാണെന്നുണ്ടെങ്കിൽ തുഴക്കാരൻ്റെ വാടകയ്ക്ക് കിട്ടും. റെൻറ്റ് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ തുഴഞ്ഞ് കൊണ്ടുപോകും. ഇതിനകത്തോടൊക്കെ ഫുൾ റൗണ്ട് അടിച്ചിട്ട് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്കീം എന്ന് പറയുന്നത് അല്ലേ. അല്ല ഇവിടെ വേറെ സംഭവമൊന്നും ഇല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ തേയിലത്തോട്ടത്തിൽ വന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കിടുവാണ്. നോക്കി ദാനപ്പം ഉറങ്ങിപ്പോയി. എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഇത് ലേക്കിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അപ്പം നമ്മുടെ തൊട്ടുപുറേ കാണുന്നതാണ് ലേക്ക്. ബോട്ടിങ് ചെയ്യേണ്ടവർക്ക് ബോട്ടിങ് ചെയ്യാം. 200 രൂപയാണ് ബോട്ടിങ്ങിന് വരുന്നത്. 50 രൂപ കൊടുത്ത് അഡീഷണൽ നമുക്കൊരു തുഴക്കാരനെ കിട്ടും. പ്രൈവസി ഉണ്ടാവില്ല, സംസാരിക്കാൻ പറ്റില്ല. പെഡൽ ബോട്ട് ചവിട്ടി പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അതാണ്. ഒരു 20 മിനിറ്റ്സ് നേരം ഇതിലെല്ലാം കൊണ്ട് കാണിക്കും. ആ കാണുന്ന ബ്രിഡ്ജും ആ വീടും ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തൊന്ന് കണ്ടുനോക്കാം. ഓക്കെ. കിട്ടി. വാഗമൺ മൊട്ടക്കുന്നിനെത്തിരിക്കുകയാണ്. മെഡോസ് എന്ന് പറഞ്ഞാൽ വാഗമൺ മെഡോസ്. ഇവിടെ ഉള്ളത് 25 രൂപയാണ് നമുക്ക് എൻട്രി ഫീ ഉള്ളത്. കുട്ടികൾക്ക് 15 രൂപയാണ്. അപ്പോൾ നമുക്ക് മൊട്ടക്കുന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വെയിലല്ലേ? നല്ല വെയിൽ. നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകാം.
ആക്ച്വലി ഞങ്ങളോട് എത്തിയപ്പോൾ എല്ലാവരും പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പട്ടത്തിൻ്റെ വിൽപ്പനയും കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ പക്ക ഡേഞ്ചറുണ്ട്. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ കൊച്ചിൻ്റെ കാലയിൽ പട്ടത്തിൻ്റെ വള്ളി ആരോ പറപ്പിച്ചിട്ട് ഇതിൻ്റെ വള്ളി കാലിലൊക്കെ കൊണ്ടു. അത് കഴുത്തേലാണെങ്കിലും ആ വള്ളി പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടുന്നില്ല. അതൊരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ് യൂസ് ചെയ്തിരിക്കണേ. ഈ പട്ടം പറപ്പിക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പട്ടം മേടിച്ച് പറപ്പിക്കുക ചെയ്യണം ഇവരെ. ഇത് ആരെങ്കിലും കഴുത്തേ കയറി കുരുങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായാലോ. അപ്പോൾ ഇവിടെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അവർ നോക്കണം. ഇത് ഒരു സ്പേസ് കൊടുത്ത് അവിടെ പറപ്പിക്കുക, അല്ലെങ്കിൽ അത് കുറച്ച് പരിചയമുള്ള ആൾക്കാർ ചെയ്യുക. ഇപ്പോൾ എല്ലാവരും ഇതിലെല്ലാം പറപ്പിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ കാണുന്നില്ല, പ്ലാസ്റ്റിക് കുരുങ്ങുന്നുണ്ട്, ആൾക്കാരെ കാലേ കുരുങ്ങുന്നുണ്ട്, മേത്ത് കുരുങ്ങുന്നുണ്ട്, പിള്ളേരൊക്കെ ഓടുമ്പോൾ കഴുത്തിലേക്ക് കുരുങ്ങി ആരും സമാധാനം പറയും. ഇത് പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ സെല്ല് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ ഇത് ശരിക്കും ഇത് മോണിറ്റർ ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിറച്ചും പട്ടങ്ങൾ പറപ്പിച്ചുകൊണ്ടിരിക്കുക. കാണുന്നവരാരെങ്കിൽ ഇത് പ്രൊമോട്ട്, നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് ഒരു കുന്നിന്റെ മേളിൽ ഇങ്ങനെ പറപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാരും പല എല്ലാ കുന്നിന്റെ ധാരണയില്ല. ഇതിന്റെ വള്ളി ഭയങ്കര ടൈറ്റ് ആണ്, ഷാർപ്പാണ്, മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ചുറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പറപ്പിക്കുന്ന നമ്മുടെ സാധാരണ പോലെ ഇത് പ്ലാസ്റ്റിക്. ശരിക്കും ഞാൻ മുറിക്കാൻ നോക്കിയിട്ട് എന്റെ മുറിയായിരുന്നു. അപ്പോൾ ഇത് വെച്ചാൽ സേഫ്റ്റിയുടെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ശരിക്കും മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ആക്ച്വലി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലുള്ള ഞങ്ങളുടെ മൂന്നാമത്തെ പ്ലേസ് ആയിട്ടുള്ള പൈനുവാലിയിലാണ്. സൂപ്പർ പ്ലേസാണ്, എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. പലരും വന്ന് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതിനേക്കാളും കൂടുതൽ പിന്നെ ഇങ്ങനെ പൈൻമരങ്ങളുള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ടുടനെ ദാവീദ് എന്താ പറഞ്ഞേ? ദാവീദ് പറഞ്ഞ സുഭാഷ് എന്ന് വിളിക്കുന്നുണ്ട്. യെസ്, ഡയലോഗ് എന്താ അതിന്റെ? പുതിയതാണ്.
അപ്പോൾ നല്ലൊരു പ്ലേസ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ പൈൻ മരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ കാണാനായിട്ട്. താഴെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, താഴെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ നല്ലപോലെ നടക്കാൻ മടിയായതുകൊണ്ടും പിള്ളേരുള്ളതുകൊണ്ടും ഞങ്ങൾ ബോട്ടിങ്ങിന് തൽക്കാലം പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബോട്ടിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 പേരുള്ള ബോട്ടാണെങ്കിൽ 100 രൂപയും 4 പേർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ 150 രൂപ. അങ്ങനെയാണ് ഞാൻ കണ്ടത് അവിടെ എൻ്റെ ഫീ ഇട്ടിരിക്കുന്നത്. ബോട്ടിങ്ങൊക്കെ അത് പെഡൽ ബോട്ടാണ്, ചവിട്ടണം. ബോട്ടിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ നല്ലൊരു ഫീലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു കുന്ന് പോലെ അങ്ങ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണേ. താഴോട്ട് കുറേ ദൂരമുണ്ട്. നമുക്കിങ്ങനെ ഇറങ്ങി താഴേക്ക് പോവാം. താഴേക്ക് പോയി നമുക്ക് ഒരുപാട് കാഴ്ചകൾ ആസ്വദിക്കാം. നടക്കാനുള്ളൊരു പ്ലേസാണ്. ആൾക്കാരെ കണ്ടില്ല, ആ വഴി കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ പോയാലാണ് നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ. സുഭാഷ് കൊടൈക്കനാൽ. നമ്മള് 3 ഡെസ്റ്റിനേഷൻസ് സ്ഥലത്ത് പോയി. നമ്മൾ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാട്ടോ കട്ടപ്പനയ്ക്ക് പോകുന്നത്. നല്ല 2 സൈഡ് നോക്കിയാൽ നല്ല അടിപൊളി നല്ല സീനിക് ബ്യൂട്ടിയാണ്. അപ്പൊ കട്ടപ്പനയിൽ നിന്ന് എങ്ങോട്ടാ ഡീവിയേഷൻ എന്ന് ഞങ്ങൾ പിന്നെ പറയാം. അതെ. നല്ല റോഡാട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുഡിന് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് തപ്പി ഫൈനലി എന്താ പറയുക, എല്ലാം കൂട്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. സോ വി ഗോട്ട് സം ഔട്ട്കംസ്. അപ്പോൾ ഞങ്ങൾ കട്ടപ്പനയിലാണ് കഴിച്ചുകൊണ്ടുള്ളത്. കട്ടപ്പനയിൽ ഇന്ന് അതിൻ്റെ ചാർജ് ചെയ്യണം വണ്ടി. അപ്പോൾ അതിനായിട്ട് ഇന്ന് നെക്സ്റ്റ് ചാർജിങ്ങിന് സ്റ്റോപ്പ് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ആരാ അങ്ങനെ നമ്മൾ ചാർജിങ് ഇട്ടിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചാർജിങ് ചെയ്യുന്ന സമയത്താണ് വി ഗെറ്റ് ടു റിലാക്സ്. സോ ചൈന സ്ട്രെച്ചിങ് ഔട്ട് ആൻഡ് റിലാക്സിങ്. ആൺകുട്ടൻ ദാവിദാ തൊട്ട് പുറകില്ലേ അച്ഛനെ നോക്കി നിൽക്കുക. അച്ഛന്റെ സ്പെക്സും തോന്നുന്നു കയ്യേല്. അങ്ങനെ അച്ഛായി നമ്മുടെ ലൊക്കേഷൻ ഇങ്ങോട്ടാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവരുടെ വീട് ഏകദേശം എത്താറായി. ശാന്തമ്പാറ അവരുടെ വീട് വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കൊരു 9 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാർ. യെസ്, വി ആർ ഓഫ് ടു മൂന്നാർ. അപ്പൊ വാഗമണിൽ നിന്ന് മൂന്നാറിലോട്ട് ഏകദേശം ഒരു 95 കിലോമീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന്റെ ഇടയിലായിട്ട് ഒരു ഈ ശാന്തമ്പാറ, അവിടെ പിന്നെ ഒരു 40 കിലോമീറ്റർ റേഞ്ച്. പപ്പയുടെ കസിന്റെ അവിടെ ഞങ്ങൾ പോയിട്ടുള്ളതാ. ദാവീദ് പോയിട്ടില്ല. ദാവീദും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്. യെസ്, ഫസ്റ്റ് ടൈം. ഓക്കെ, അത് നമുക്ക് നാളെ മൂന്നാർ വിശേഷങ്ങളായിട്ട് വരും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ മൂന്നാർ വെച്ച് കാണാം. നാളെ നമ്മൾ മൂന്നാറിൽ പോകും. നിങ്ങൾ ഇത് മറക്കാതെ കാണണം. ഓക്കെ.